green and red. പച്ചമുളക്, പച്ചരി, ഉഴുന്ന്, കടലപ്പരിപ്പ്, ചവ്വരി, ഇഞ്ചി, ക്യാരറ്റും സവാളയും കൂടെ അരിഞ്ഞത്. ഇതെല്ലാം കൂടെ പേസ്റ്റാക്കാനുണ്ട്. മിക്സിയിൽ അരച്ച് പേസ്റ്റാക്കിയത് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. മിക്സും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. പറയണേ. അത് ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, മിക്സ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ നമുക്ക് അച്ചിൽ വെച്ച് ഇതുപോലെ റെഡിയാക്കി എടുക്കണം. സ്ലോ ഫയറിൽ ഫ്രൈ ആക്കി എടുക്കണം. അത് നല്ല ക്രിസ്പി ആവണം. അതുകൊണ്ടാണ് സ്ലോ ഫയറിൽ വയ്ക്കാൻ പറയുന്നത്. നല്ല കൂടിയ ഫയർ വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കരിഞ്ഞു പോകും. നമ്മൾ ഉദ്ദേശിക്കുന്ന ക്രിസ്പ്നെസ് കിട്ടില്ല. ഇതുപോലെ നല്ല ക്രിസ്പി ആയതിനു ശേഷം എടുക്കാം. ഇതേപോലെ ക്രിസ്പി ആയതിനു ശേഷം എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത് വീണ്ടും മസാലയിൽ മിക്സ് ചെയ്യാനുണ്ട്. ഇത് മുറുക്കെന്ന് വിചാരിക്കും. മുറുക്കല്ല. ഇതിൽ വെളുത്തുള്ളി, ഇഞ്ചി, സവാള, ക്യാരറ്റ്, പിന്നെ പച്ചരി, ഉഴുന്ന്, കടലപ്പരിപ്പ്, പയർ ഇതെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റത്തേക്കും കൂടെ കഴിഞ്ഞു. ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് ഈ ഓയിലൊക്കെ മാറ്റിയിട്ട് നമുക്ക് അടുത്ത് മസാല റെഡിയാക്കാം. ഇത് സാധാരണ ചിക്കനും ബീഫും മട്ടണിലൊക്കെ ചെയ്യും. പക്ഷേ നമ്മൾ വെജിറ്റേറിയനിൽ ഇതുപോലെയാണ്. വെജിറ്റബിളിൽ ഇതുപോലെ മാവ് പോലെ അരച്ചെടുത്തിട്ട് നമ്മൾ ഇത് ഫ്രൈ ആക്കി എടുത്തിരിക്കാം. കടായി അടുത്ത് നമുക്ക് അടുത്ത മസാല റെഡിയാക്കാം. ഓയിൽ ചൂടായി. ആദ്യം നമ്മൾ 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് അത് കഴിഞ്ഞിട്ട് ഗാർലിക്, വെളുത്തുള്ളി. ഇത് വെജിറ്റബിൾ ഡ്രാഗൺ എന്നാണ് എൻ്റെ പേര്. ഹോട്ടലിലൊക്കെ പോയാൽ ഡ്രാഗൺ കിട്ടും. ഹോട്ടലിലൊക്കെ പോയാൽ ഡ്രാഗൺ എന്ന് പറഞ്ഞാൽ ചിക്കൻ ഡ്രാഗൺ, ബീഫ് ഡ്രാഗൺ എന്നൊക്കെ കൂടുതൽ നല്ല പേരാണ്. അതുപോലെ നമ്മൾ ഇന്നൊന്ന് വെജിറ്റബിൾ റെഡിയാക്കിയിരിക്കുകയാണ്. നോൺ വെജ് കഴിക്കാത്തവർക്ക് അവർക്ക് ആഗ്രഹങ്ങൾ ഇങ്ങനെ ഒരു ഡിഷ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഗാർലിക് ഫ്രൈ ആകുമ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓണിയൻ ഇടാം. ഇതൊന്നും അധികം ഫ്രൈ ആവാൻ പാടില്ല. അധികം ഫ്രൈ ആക്കുന്നതിന് ടേസ്റ്റ് പോകും. ലൈറ്റ് ബോയിലേ ആവാൻ പാടുള്ളൂ. ഓണിയനൊന്ന് ഉണ്ടാവട്ടെ. ഓണിയനൊക്കെ ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ട് വെച്ചിടണം. സ്ലൈസ് ഓണിയനാണെങ്കിൽ കത്തി കൂടുതൽ വേണം. ഇതിലെ ഇത് അധികം പേസ്റ്റ് ആവാതിരിക്കും. ക്യാപ്സിക്കം
3 ക്യാപ്സിക്കം വേണമെന്നില്ല, ഏതെങ്കിലും ഒരു ക്യാപ്സിക്കം ആയാലും മതി. ഇതായി ക്യാപ്സിക്കം ഓണിയനൊക്കെ ബോയിലായി കഴിഞ്ഞു. അടുത്ത് നുറുക്ക് മുളക് ഇടാം, ചില്ലി ഫ്ലേക്സ്. ഇതൊന്ന് ഫ്രൈ ആയിട്ട് സോസൊക്കെ ചേർക്കാം. റെഡ് കളർ വേണമെന്നുള്ളവർക്ക് റെഡ് കളർ ചേർക്കാം. സാധാരണ ഇത് റെഡ് കളറാണ് ഇതിൻ്റെ കളർ. കുറച്ച് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം, സ്പൈസി. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സോയ സോസ്, കുറച്ച് സോയ സോസ് കുറച്ച് ചേർത്ത് കഴിഞ്ഞാൽ കളർ മാറിപ്പോയി. ടൊമാറ്റോ സോസ് നമ്മൾ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ സോസ് കുറച്ച് മതി, അല്ലെങ്കിൽ ഭയങ്കര മധുരമായി. 2 സ്പൂൺ. ഓക്കെ, ലാസ്റ്റിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ബ്ലാക്ക് പെപ്പർ, ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇത് നമുക്ക് ഇത് വെയിറ്റുള്ള മണയിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മാറ്റാം. ഇത് നല്ല ചൂടോട് കൂടെ ക്രിസ്പി ആയിട്ട് കഴിച്ചാൽ ഈ ടേസ്റ്റ് കാണത്തുള്ളൂ. ശകലം പഞ്ചസാര കൂടെ ആഡ് ചെയ്തു. ഓക്കെ, റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഡിഷിലേക്ക് പകർത്താം. സാധാരണ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ നല്ല റെഡ് കളറിലായിരിക്കും, ഇതിൽ കളർ ചേർത്തിട്ടില്ല. ഓക്കെ, റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് റെഡിയായി, നമ്മൾ ഡിഷിലേക്ക് മാറ്റുകയാണ്. Okay. Okay. Vegetable dragon. റെഡിയാണ്.
റെഡിയാക്കാൻ പോകുന്നത് വെജിറ്റബിൾ ഡ്രാഗൺ. അതിന് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് നമുക്ക് നോക്കാം.